എവിടെ വയ്ക്കണം, എവിടെ നിർത്തണം, അതേപോലെ തൊണ്ടയിൽ നിന്ന് വരുന്നതൊക്കെ വളരെ എത്രത്തോളം ശബ്ദം വരണോ ആ സ്ഥലത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ അവരെ വിളിച്ച് പറഞ്ഞു, നല്ല ഫ്യൂച്ചറുണ്ട്. എനിക്ക് കളിയെപ്പറ്റി മാത്രമേ അറിയുള്ളൂ. കണ്യാർകളിയെ പോലെ നമ്മുടെ സമുദായക്കാരും മറ്റുള്ളവരും കൊണ്ടാടുന്ന ഒരു കല, ഇതിന് മേലെ ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയാം. അതിലെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ കണ്യാർകളി അഭ്യസിക്കുന്ന സമയത്ത് 1, 2, 3, 4 അങ്ങനെയാണ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നത് മാക്സിമം ആശാന്മാർ. അതങ്ങനെയല്ല. ഇവരിപ്പോൾ തന്തൈ ത, അവർ അന്നൈ അമ്മ, ഈ താൻ നിന്നുള്ളതാണ് കണ്യാറുകളുടെ താളം. കണ്യാറുകളിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ദിത്ത ദിന്തക്കത്തോം ദിത്ത, ആ താണ് വരുന്നത്. താ അതിൽ തന്നെ വരുള്ളൂ. ദിത്ത ദിന്തക്കത്തോം ദിത്ത, തകൃത തികൃത തുകൃത താഹ തയ്യത തുകുത, അവിടെയും താ തന്തൈ. തത്തിൻ തക്ക ജുമറക ജനതക താഹ തയ്യത തുകുതക തികിടത്തും, അവിടെയും തന്തൈ. അതേപോലെ അമ്മയ്ക്കും ഉണ്ട് അതിൻ്റെ പ്രധാനം. നമ്മുടെ കണ്യാർകളി പാട്ടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 90% പല്ലവി ആന്ന് ആരംഭിക്കും. ആണെന്ന് ആരംഭിക്കാം അല്ലേ? 90% പൊറാട്ടിലും ആ എന്ന് ആരംഭിക്കുക. അതാണ് അമ്മ. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. അന്നൈ നന്നൈ നാനൈ നന്നൈ നാനൈ നന്ന, അവിടെ ആ അല്ലേ? അന്നേ നന്നേ നൻ, അവിടെയാ അന്നൈ നാനേ നന്നേ നാനേ, അവിടെയാ അന്നേ അതുവാ, അന്നൈ നന്നൈ അതുവാ, അന്നേ അതുവാ, എല്ലാം ആ ആ ആ ആ അങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ അന്നയാണ്. അപ്പോൾ മാത, മാവും ഉണ്ട് താവുണ്ട്. മാതാപിത അതിൻ്റെ അടുത്ത ശേഷമാണ് ഗുരുവൊക്കെ വരുന്നത്. അതുകൊണ്ട് രണ്ടുപേരെയും നമുക്ക് വന്നിട്ട് ആശീർവദിക്കാനുള്ളതില്ലെങ്കിലും അവരുടെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂക്കള ഭഗവതിയും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഇനിയും ഒരു 100 വർഷം വളയിട്ടൊരു കൈയഴക്, തളയിട്ടൊരു കാലഴക്, ഓമന ശ്രീകൃഷ്ണന്റെ പേർ പാടും നമ. 100 ആണ്ട് വാണിരിക്ക, 100ഓണം 100ഓണം ഓണം 100ഓണം 100ഓണം ഉണ്ടിരിക്ക, ഓമന ശ്രീകൃഷ്ണന്റെ പേർ പാടും നമ. 16 പെറ്റ് പെരുവാഴുവാണ്. 100 വർഷം മുന്നിൽ ഇരിക്കട്ടെ. താങ്ക്സ്.